നമ്മെ തന്നെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ലോകമെമ്പാടുമുള്ള എല്ലാ ജനപദങ്ങളെയും പരിശുദ്ധ അമ്മ വഴി കരുണാമയനായ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം, നവമൊരു പീഠമൊരുക്കീടാം, ഗുരുവിൻ സ്നേഹമൊടിയാലും തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാലും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവംശത്തെ നവീകരണത്തിൽ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായി ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ കനിവിയെന്നൊരങ്ങലി ഭുവന ദുഃഖമുക്തിയും. അഭയമാർന്നിടുന്നിത ഭയമിയെന്ന മാനവർ ശാന്തി തേടുന്നിത തന്നിലെന്നുമാകുല. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ ജ്യോതി പരത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ, അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ,
സ്വർഗത്തുനിന്ന് പ്രത്യക്ഷനായ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊഴി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നത ഉത്ഥാനം നീയാരുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഗനും ബലവാനമത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായും ദൈവികമായ കൽപ്പനകൾ മുതലസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സർവരക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിപ്പിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് സമൃദ്ധമായി നിലവറിയുവാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾക്കുള്ള സഹനശീലവും വിശ്വാസവും നിമിത്തം ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി ആളുകൾ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. അതിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിന്റെ നീതിയുടെ തെളിവാണിത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് യാതനകൾ തിരിച്ചു നൽകുക ദൈവനീതിയാണ്. കർത്താവായ ഈശോ തന്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ യാതനകൾക്കിടയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇതുവരെ സമാശ്വാസം നൽകുന്നു. അപ്പോൾ അവൻ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ ഈശോയുടെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ശിക്ഷ നൽകും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും അവർക്ക് നിത്യനാശം ശിക്ഷയായി ലഭിക്കും. കർത്താവ് തന്റെ വിശുദ്ധനെ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം വിശ്വസിച്ചതിലൂടെ വിശ്വാസികളായ സകലരും അത്ഭുത വിഷയമാകുന്നതിനും ആ ദിവസം കർത്താവ് വരും. നമ്മുടെ കർത്താവായ മിശിഹായെ Hallelujah.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരിയിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് അതെന്താണെന്ന് അവൻ അന്വേഷിച്ചു. നസറായനായ ഈശോ കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. മുമ്പേ പൊക്കേണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ ശാസിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഈശോ അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. ഈശോ അവനോട് പറഞ്ഞു, നിനക്ക് കാഴ്ച വീണ്ടു കിട്ടട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച വീണ്ടു കിട്ടി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയെ അനുഗമിച്ചു. ഇത് കണ്ട് ജനം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചു. ഈശോയിൽ എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഇന്ന് മുതൽ കടക്കുകയാണ്. ഏലിയാ ശ്ലീഹ മോശക്കാലം. 8 നോയമ്പിന്റെ ഈ ദിവസങ്ങളിലൂടെ അങ്ങ് കടന്നുപോയിട്ട് സെപ്റ്റംബർ 14-ാം തീയതി വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസത്തിലാണ് നാം എത്തി നിൽക്കുക. കുരിശിന്റെ വിജയവും കർത്താവിന്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനവും സൂചിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ലോകാവസാനം, മരണം, അന്ത്യവിധി എന്നിവയാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന ധ്യാന വിഷയം. പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എപ്രകാരം നാം ആയിരിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വചനങ്ങൾ പറഞ്ഞിരിക്കുന്നു. സഹനത്തിൽ പതറാതെ പ്രതീക്ഷയോടെ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് രണ്ടാമതായിട്ട് പറയുക, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതും ആരാധനാ വിഷയമായിരിക്കുന്നതുമായ എല്ലാറ്റിനെയും അവൻ എതിർക്കും. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത്. താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരരുത്, പതറാതെ മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിക്കുകയാണ്. യേശുവിന്റെ മഹത്വപൂർണമായ കടന്നുവരല് കർത്താവായ യേശുവിന്റെ വായുവിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കും. യേശുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാപൂർണമായ ദിവ്യപ്രകാശത്താൽ അവൻ നാമവിശേഷമാകും. ഈ ചിന്തകളാണ് യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട ലേഖനകർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് മുൻകൂട്ടി അറിയിക്കുന്നു. സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തില് എല്ലാം കണ്ടുകൊണ്ടിരുന്നു, എല്ലാം കേട്ടുകൊണ്ടിരുന്നു സാധാരണ മനുഷ്യർക്ക്. എന്നാൽ ഒന്നും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഇവിടെ ഒരു അന്ധൻ, അവൻ ഒരു തിരിച്ചറിവുണ്ടാകുന്നു, അതനുസരിച്ച് അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശുവിന്റെ ദിവ്യപ്രകാശം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രംഗവുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്നവൻ നിലവിളിക്കുകയാണ്. യേശുവാണ് കടന്നു പോകുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞ് അവനെ പലരും ശാസിച്ചു. നീ വിശ്വാസിയാണ്, സത്യക്രിസ്ത്യാനിയാണെന്ന് ഏറ്റു പറയുന്നതിൽ തന്നെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും.
അപ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാനുള്ള ഒരു വെല്ലുവിളിയുടെ നാളുകളാണ് കൺമുമ്പിൽ നിൽക്കുന്നത് എന്നിപ്പോഴും നമ്മുടെ മനസ്സിൽ കുറിച്ചിടുക. അപ്പൊ ആ നിലവിളിയുടെ മുമ്പിൽ യേശു അവിടെ നിന്നു. അവനെ വിളിക്കാൻ പറഞ്ഞു. അടുത്ത് വന്നപ്പോൾ ഈശോ അവനോട് ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. അവന് കാഴ്ച ലഭിച്ചു. വിശ്വാസത്തിന്റെ ഉൾക്കാഴ്ച അവൻ തുറക്കുകയാണ്. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞ വാക്യം വളരെ ശ്രദ്ധേയമാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. പരിശുദ്ധ അമ്മയുടെ മനുഷ്യടി 8 ദിവസം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹനങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത പരിശുദ്ധ അമ്മയെ അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. സഹനത്തിൽ പതറാതെ ഉറച്ച വിശ്വാസത്തോടെ കരുണാമയനായ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് മുന്നേറാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മയും ലോകം മുഴുവനെയും കരുണാമയനായ യേശുവിന്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നും തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവം സകലരെയും അനുഗ്രഹിച്ച് നിത്യതയിലേക്ക് നയിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ പരമതിരുനാളിന് പ്രാർത്ഥിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ യാചകൾ കാരുണ്യപൂർവ്വം അങ്ങ് സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗസൗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തന് കഠിനമായ പീഡനമേൽപ്പിച്ച വീണ്ടെടുത്ത പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസഭാതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവിയിൽ കൈവ് നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരമലരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്തായി യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വാർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്തായി ജനത്തിന്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിര പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദ്വൈതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിന്റെ
കർത്താവിന് സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേനാമൻ ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടഞ്ചോടെ രക്തസാക്ഷിയുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുതർക്കമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവസൃഷ്ടിക്കുമുള്ള ആദിയാൽ യോക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം പിതാവിനോട് ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത് മനുഷ്യരായി നമുക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് ശ്രീവാൾ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസത്തെ നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജിതാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധ സ്ലൈയോ സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോർത്തിലേക മാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. കർത്താവെ ആശ്രവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമാനുകളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിലാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. മറ്റെല്ലാവർക്കും
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മുഖത്തുമേൽ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ സ്ത്രീയും നാവിനെ സൃഷ്ടിച്ച പോഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെ ഇവരുടെ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും രോഗികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രോഗികളുമായ ക്രോപ്യന്മാരുടെ ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ, പരിശുദ്ധൻ ബലവാനീശൻ, പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത കർത്താവെ ആശ്രവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗരുടെ അങ്ങേക്ക് ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സുപ്രതീക്ഷയുമായ വചനമാ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുള്ള സമാനത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തിലും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനെതിരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച്
ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ബലഹീനരുമാകലരുമായി ദാസർ നിന്റെ തിരുസഭയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ഇവര് ഞങ്ങളെ പങ്കരാക്കുന്ന സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമാനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവെ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർത്ഥ സ്വർണാധികാരിമാർ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മേലധ്യക്ഷന പിതാവുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ലോകപാടുള്ള എല്ലാ വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, ഡോക്ടർമാർ, നേഴ്സുമാർ, സാമൂഹിക പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷിയുടെയും മന്ത്രിയുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയുമായി സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോളം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും ലോകമാടുള്ള എല്ലാ ജനപദങ്ങളും പാപത്തുനിന്നും രോഗത്തുനിന്നും സാത്താന്റെ സകല ഗണിൽ നിന്നും വിമോചിതരായി ഈശോ മിശിഹായ രക്ഷകനാഥനുമായി സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നതിനിടയാകുന്നതിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചു തോന്നുന്ന വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസഭയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവണനും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, സാക്ഷികൾ, മന്ദകന്മാർ, വേദപാരന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവഞ്ജിത അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധരെയും മാർഗം പഠിപ്പിച്ചെന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഇളവരും ബലവരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃപരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസഭയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാദരക്ഷരമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തനവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ.
ഇത് ഞങ്ങൾക്ക് കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചേർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കിടയിലുള്ള മകനെയും വിസ്മയാകുന്ന രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിനും രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തിയും ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെയും അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവനം കാരണമാകട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങൾ നീ കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയും വാങ്ങിയ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടൊന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വകമനോ വിശ്വാസത്തിൽ ഞങ്ങളുടെ സന്നിലെപ്പോൾ നിർമ്മലഹൃദയരും പ്രസന്നവതരും നിഷ്പകരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിവനുസരണ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. പ്രതിസന്ധികളിൽ, സഹനങ്ങളിൽ തളരാതെ പതരാതെ മുന്നേറുവാൻ കരുണാമയനായ ഈശോയെ, അങ്ങെപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ആഗ്രഹിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരി ഉന്നതൻ യുഗരാജാവായി അങ്ങേരാസുരനേശുവേ, ദാസന്റേതുപോൽ സൃഷ്ടാവിൻ സാദൃശ്യം നീ നിനയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ച നിന്റെ സങ്കേതം തേടിയോ, നിന്റെ മോചനം തേടി ധന്യരായി. വാനമേഘത്തിൽ നീ നാളിൽ നിന്നെതിരേൽപ്പിന, നിന്റെ മുൻപിൽ വരാൻ വാനവ വൃന്ദമോത്തു നിരന്തരം നിൻ സ്തുതിഗീതം ആലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. നിൻ സ്തുതിഗീതം ആലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. അവനിനുമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതിയും. ആത്മശരീരങ്ങളുടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യകപാഠത്തിന്റെ ഉറവിടവും അച്ചാരവുമായി കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷാപിതാവുമായ മിശിഹായ സകലത്തെയും ബോധത്തിലിരിക്കുന്നതിന് മൂല്യമായ ശരീരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിനർഹമാകട്ടെ. അവിടീനമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശ്വാസത്തിൻ തികവിൽ നാം ദൈവപിതാവിനെ വാഴ്ത്തിയിടാം. നൽകി കന്യാമറിയത്തെ ദൈവം പുത്രനുമാതാവാ. കുരിശിൻ സവിധേ നിൽക്കുമ്പോൾ നരവംശത്തിനു മാതാവായി മിശിഹാനാഥൻ നൽകുകയാൽ കനിവാൽ കന്യാമറിയത്തെ. സ്ത്രീകളിലെല്ലാം ധന്യസത റൂഹാതൻ കൃപയാൽ മറിയം സുതനുടെ കുരിശിൻ പിന്നാലെ വ്യാകുലയായി നീങ്ങിയവൾ. അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാൻ വരമേകട്ടെ സകലേശൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹനങ്ങളുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ലോകപാടുള്ള എല്ലാ ജനപദങ്ങളെയും പരിശുദ്ധ അമ്മ വഴി നമുക്ക് കരുണാമയനായ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതങ്ങളോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മനുഷ്യാഴ്ചയിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തുകാരുണ്ടെല്ലാം നീ ഓർക്കണമേ. കരുടെ രാജ്ഞിയായ കന്യേ ദയുള്ള മാതാവേ, ഈശുവാസയിൽപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ അണിയുന്നു. നെടുവേർപ്പെടുന്നീ ഭാവിയായ ഞാൻ എന്നെ കാത്തുകൊണ്ട് അങ്ങേ ശ്രമം നിൽക്കുന്നു. അവർ ചേർത്ത മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാവനം കേട്ടിടണമേ.